Hi students, welcome to class Aura. നമ്മുടെ exercise 7.2 18th question ആണ് ചെയ്യാൻ പോകുന്നത്. 18th question. Integral e raised to tan inverse x by 1 plus s square dx. ഇവിടെ നമുക്കറിയാം ഇയുടെ പവർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ അകത്ത് ആ പവറിനായിരിക്കും എപ്പോഴും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഏതിനാ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? പവർ ആയിട്ട് വരുന്ന tan inverse x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ t equal to ഏതാ മക്കളെ? tan inverse x. tan inverse x കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലെ? അപ്പൊ നമ്മുടെ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ഡി ടി ബൈ ഡി എക്സ് എഴുതാം. ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ tan inverse എക്സിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ നമുക്ക് ഡൗട്ട് തോന്നി നമ്മൾ ഇവിടെ നോക്കണം ആ ഇക്വേഷൻ അവിടെ വാല്യൂ വരും അവിടെ. അപ്പൊ എന്താണ് tan inverse എക്സിന്റെ ഡെറിവേറ്റീവ്? 1 by 1 plus s square വരും. ഇനി നമ്മൾ നോക്കാം ഈ ഡി ടിനെ അവിടെ നിർത്തി കഴിയുമ്പോൾ ഈ ഡി എക്സ് നേരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എസ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അകത്ത് ഈ ഡി എക്സിനും 1 പ്ലസ് എസ് സ്ക്വയറിനും പകരം ഇതാ നമുക്ക് കിട്ടിയണേ ഡി ടി അല്ലെ? അപ്പൊ നമ്മൾ അതിന് ഡി ടി എന്ന് കൊടുത്തു. ഇനി ഏതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? ഈ tan inverse എക്സിനാണ് കൊടുത്തത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായി നോക്കിയാൽ ഇ റേസ് ടു tan inverse എക്സിന് നമ്മൾ ടി എന്ന് കൊടുക്കാം. അപ്പൊ ഇന്റഗ്രൽ ഇ റേസ് ടു ടി ഡി ടി ആയി. ഇ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു ടി തന്നെയാണ്, പ്ലസ് ഇ വരും. ഇനി ടിക്ക് പകരം ഏത് കൊടുക്കണം? എന്താണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പൊ ഇ റേസ് ടു tan inverse എക്സ് പ്ലസ് ഇ ആൻസർ. ഇതിന്റെ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ പഠിക്കാം. എക്സാമ്പിൾ നോക്കാം. ഇന്റഗ്രൽ ഇ റേസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് 1 മൈനസ് എസ് സ്ക്വയർ ഡി എക്സ്. ഇവിടെ ഏതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? ഇയുടെ പവർ ആയിട്ട് വരുന്ന സൈൻ ഇൻവേഴ്സ് എക്സിനായിരിക്കണം. അപ്പൊ ടി ഈക്വൽ ടു ഏതിന് കൊടുക്കണം? സൈൻ ഇൻവേഴ്സ് എക്സിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താ? ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഡി ടി എന്ന് എഴുതിയാലും മതി. നമ്മളിവിടെ 1 ബൈ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ റൂട്ട് 1 മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് നേരെ ഇവിടെ ഞാൻ കൊടുത്തോളൂ. എഴുതുമ്പോൾ തന്നെ ഒരു സ്റ്റെപ്പോടെ ആവശ്യമില്ല, നേരെ ഡി എക്സ് ആ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഈ റൈറ്റ് സൈഡിൽ കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പൊ ഈ ഡി എക്സിനും റൂട്ട് 1 മൈനസ് എസ് സ്ക്വയറിനും പകരം എന്ത് കൊടുത്തു? ഡി ടി ഇന്റഗ്രൽ ഇ റേസ് ടു ഈ ഏതിനാണ് നമ്മൾ ടി കൊടുത്തത്? സൈൻ ഇൻവേഴ്സ് എക്സിനാ, അവിടെ ടി കൊടുത്തു. അപ്പൊ നമ്മുടെ ആൻസർ എന്നാ? ഇ റേസ് ടു ടി പ്ലസ് ഇ ആയി. ഇനി ഇ റേസ് ടു ഈ ടിക്ക് വരെ ഏത് കൊടുക്കാം? ഈ സൈൻ ഇൻവേഴ്സ് എക്സ് തിരിച്ച് നമ്മൾ ഇവിടെ കൊടുക്കണം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇ. അപ്പൊ നമ്മുടെ ആൻസർ ആയി. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. അനദർ എക്സാമ്പിൾ ഇന്റഗ്രൽ ഇ റേസ് ടു ലോഗ് എക്സ് ഇൻറ്റു 1 ബൈ എക്സ് ഡി എക്സ്. ഇവിടെയും ഏതായിരിക്കും? ഇയുടെ പവർ ആയിട്ട് വരുന്ന അവിടെ ലോഗ് എക്സ് ആണ്. അപ്പൊ അവിടെ ഏതിന് കൊടുക്കണം? ലോഗ് എക്സിന് നമ്മൾ ടി എന്ന് കൊടുക്കണം. അപ്പൊ ടി ഈക്വൽ ടു ലോഗ് എക്സ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ഡി ടി എന്ന് പറഞ്ഞ എന്തായിരിക്കും? 1 ബൈ എക്സ് ഡി എക്സ് ആയി. ദെൻ ഏതിനാണ് നോക്കുക? ഈ ഡി എക്സിനും ബൈ എക്സിനും പകരം നമ്മൾ ഏത് കൊടുത്തു? ഡി ടി കൊടുത്തു. ദെൻ ഇന്റഗ്രൽ ഏതിനാണ് കൊടുത്ത്? ലോഗ് എക്സിനാ അല്ലെ? അപ്പൊ ഇ റേസ് ടു ടി ഡി ടി എന്നായി. ഇനി ഇ റേസ് ടു ടിയുടെ ഇന്റഗ്രൽ എന്നാ? ഇ റേസ് ടു ടി വരും. ഇ റേസ് ടു ടി പ്ലസ് ഇ ആണ്. അപ്പൊ ഇ റേസ് ടു ലോഗ് എക്സ് പ്ലസ് ഇ. കാരണം ടിക്ക് പകരം നമ്മൾ ഏത് അവിടെ തിരിച്ചു കൊടുത്തു? ലോഗ് എക്സ് തിരിച്ചു കൊടുത്തു.